ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്ന് തോന്നിക്കുന്നു എന്ന് രാമായണത്തിൽ ഒരു വാക്യമുണ്ടല്ലോ. അജ്ഞാനം കൊണ്ടാണ് ഈ പ്രപഞ്ച വിഭവങ്ങളൊക്കെ ഇപ്രകാരം നിലനിൽക്കുന്നത്. അതിലിഷ്ടാനിഷ്ടങ്ങളും തെറ്റും ശരിയും വേണ്ടതും വേണ്ടാത്തതും രാഗദ്വേഷാദികളും എല്ലാം നമ്മളിൽ നിഴലിക്കുന്നത് മനസ്സിൻ്റെ വ്യാമോഹത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ മനസ്സിൻ്റെ അജ്ഞതയിൽ നിന്നാണ്. അതിനാൽ ആ അജ്ഞതയാണ് നമ്മളിൽ നിന്നും നീങ്ങി കിട്ടേണ്ടത്. ഇല്ലാത്ത വിശ്വത്തെയുള്ളതായി തോന്നിക്കും ഈശ്വരമായയെ എങ്ങനെ വാഴ്ത്താവൂ. ഇല്ലാത്ത വിശ്വത്തെയുള്ളതായി തോന്നിക്കും ഈശ്വരമായയെ എങ്ങനെ വാഴ്ത്താവൂ. മായ എന്തെന്നറിയുന്ന നേരത്ത് മായ മറഞ്ഞുപോം ഈശൻ തെളിഞ്ഞിടും. ഇതാണ് വാസ്തവം. ഇല്ലാത്ത വിശ്വത്തെയുള്ളതായി തോന്നിക്കും. ഉണ്ടായി അല്പസമയം നിലനിന്ന് മറഞ്ഞു പോകുന്ന ഈ വിശ്വത്തെ സ്ഥായിയായി നമുക്ക് തോന്നിപ്പിക്കുന്നു. അതായത് കടലിൽ നിന്നുണ്ടായ ഒരു തെര, നമുക്കറിയാം ആ തെരയുണ്ടായത് കടലിൽ നിന്നാണ്. അതുകൊണ്ട് കടലിനെ കാണുമ്പോൾ നമുക്ക് തെര അസ്ഥിരമാണെന്ന് ബോധ്യമാകുന്നു. ആ തെര കുറച്ച് സമയം നിലനിന്ന് കടലിൽ തന്നെ ലയിക്കുമ്പോൾ നമുക്ക് കടൽ നശിച്ചു എന്ന് തോന്നുന്നില്ല. കടലാണ് അവിടെ സ്ഥായിയായ വസ്തു എന്ന് നമുക്കറിയാം. എന്നാൽ ഈശ്വരനെ സംബന്ധിച്ച് നാം അപ്രകാരമല്ല മനസ്സിലാക്കിയത്. കാരണം ഈശ്വരൻ എന്ന ഒന്നിനെ നാം അറിയുന്നേ ഇല്ല. തിരയെ കണ്ട് കടലിനെ കാണാത്തതുപോലെ നമ്മൾ കടലിനെയും തിരയെയും കാണുന്നു. കടലിൽ നിന്ന് തിരയുണ്ടായി, ആ തിര കുറച്ച് സമയം നൃത്തം ചെയ്ത് കടലിൽ തന്നെ ലയിക്കുന്നത് നാം കാണുന്നത് കൊണ്ട് ആ തിര അല്പമാണ്, അല്പസമയത്തേക്കേ ഉള്ളൂ, അത് അസ്ഥിരമാണ് എന്ന് നമുക്കാരും പറഞ്ഞു തരാതെ തന്നെ മനസ്സിലാക്കാം. അതേപോലെ തന്നെ സ്ഥായിയായ ഈശ്വരനാകുന്ന കടലിൽ നിന്നാണ് ഈ സർവചരാചരങ്ങളാകുന്ന തിര ഉണ്ടായത്. തിര മാത്രമേ കാണുന്നുള്ളൂ എങ്കിൽ കടലിനെ കാണുകയേയില്ല. എന്നാൽ ഇവിടെ കടലിനെ സംബന്ധിച്ച് നാം കടലും കാണുന്നു, തിരയും കാണുന്നു. അതുകൊണ്ട് അവിടെ തെറ്റിദ്ധാരണ വരുന്നില്ല. എന്നാൽ ഈശ്വരനെ സംബന്ധിച്ച് ഈശ്വരനെ നമ്മൾ അറിയുന്നേയില്ല. പിന്നെ അറിയുന്നത് ഈ ജഗത്തിനെയാണ്. ഈശ്വരനെ അറിയാത്തത് കൊണ്ട് ഈ ജഗത്ത് മാത്രമാണ് സത്യം എന്ന് നമ്മൾ ഭ്രമിക്കുന്നു. എന്നാൽ ഈശ്വരനെ കണ്ട് പിന്നീട് ജഗത്തിനെ കാണുമ്പോൾ നമുക്ക് കടലും തിരയും രണ്ടിനെയും കാണുമ്പോൾ സത്യാവസ്ഥ ബോധിക്കുന്നത് പോലെ കടലും തിരയിനെയും കണ്ട് ബോധിക്കുമ്പോൾ ആ കടൽ തന്നെയാണ് തിര അതിൽ നിന്നൊട്ടും വേറെയല്ല എന്ന് മനസ്സിലാക്കുന്നത് പോലെ ഈശ്വരനെ ബോധിച്ചു കഴിയുമ്പോൾ ഈശ്വരനിൽ നിന്നും രൂപാന്തരം പ്രാപിച്ച ഈ പ്രപഞ്ച വസ്തുക്കളെല്ലാം അസ്ഥിരമാണെന്ന് ബോധ്യമാവുകയും ആ തിര തന്നെയാണ് കടലെന്ന സത്യം ബോധിക്കുകയും ചെയ്യുന്നു. അതേപോലെ ഈശ്വരൻ തന്നെയാണ് ഈ ജഗത്തായി പരിണമിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യം വരുന്നു. അതാണ് പൂന്താനം പാടിയത്. മുന്നമിക്കണ്ട വിശ്വാമശേഷവും ഒന്നായുള്ളൊരു ജ്യോതിസ്വരൂപമായി. മുമ്പ് നമ്മൾ കണ്ട ഈ വിശ്വത്തിലൊക്കെ വേറെ 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 വസ്തുക്കൾ, എൻ്റേതും നിൻ്റേതും, ഞാനും നീയും, ഇത്തരത്തിലുള്ള ഭേദബുദ്ധികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന നമ്മുടെ ബോധമണ്ഡലത്തിൽ ഈശ്വരനെ അറിഞ്ഞു കഴിയുമ്പോൾ ഒന്നായുള്ളൊരു ജ്യോതിസ്വരൂപമായി നമ്മുടെ മനസ്സിൽ വെച്ച് ആ ഈശ്വരത്വം വെളിപ്പെട്ട് കിട്ടുമ്പോൾ ആ ഈശ്വരൻ്റെ പ്രകാശമാണ് ഈ ജഗത്ത് മുഴുവൻ എന്ന് ബോധ്യമാകും. ഒന്നായുള്ളൊരു ജ്യോതിസ്വരൂപമായി.
എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്നത് ഒരേ ജ്യോതിസാണ്. ആ ജ്യോതിസിനെ കാണാത്ത കാലം വരെ ഇതൊക്കെ വേറെ വേറെ വേറെയായി നാം കാണുന്നു. ശത്രുവായും മിത്രമായും വേണ്ടതായും വേണ്ടാത്തതായും നല്ലതായും ചീത്തയായും തെറ്റായും ശരിയായും എല്ലാം നമ്മൾ വ്യവഹരിച്ച് നമ്മുടെ മനസ്സിനെ അങ്കലാപ്പിലാക്കുന്നു. എന്നാൽ ഈശ്വരത്വമാകുന്ന ആ പരമാർത്ഥത്തെ ബോധിക്കുമ്പോൾ അതിൻ്റെ തന്നെ പ്രതിഭാസങ്ങളാണ് ഇവയെല്ലാം എന്ന് ബോധിക്കുമ്പോൾ അതിൽ നിന്ന് വേറെയല്ല ഇവയൊന്നും തന്നെ. അത് തന്നെയാണെല്ലാം. കടൽ തന്നെയാണ് തിരയായത്. തിര കടൽ തന്നെയാണ്. കടലില്ലെങ്കിൽ തിരയ്ക്ക് അവലംബമില്ല. എന്നാൽ തിരയില്ലെങ്കിലും കടലിന് ഒരു കോട്ടവുമില്ല. അതുപോലെ ഈശ്വരൻ ഇല്ലെങ്കിൽ ഈ ജഗത്തെന്ന വ്യവഹാരമേ ഇല്ല. ജഗത്തില്ലെങ്കിലും ഈശ്വരത്വം നിലനിൽക്കുന്നു. ഈ പരമാർത്ഥ സത്യം നമ്മൾ ബോധിക്കണം. ഈശ്വരൻ ഉള്ളതുകൊണ്ടാണ് ഈ ജഗത്തുണ്ടായത്. കടലുള്ളത് കൊണ്ടാണ് തിര ഉണ്ടായത്. എന്നാൽ തിര ഇല്ലെങ്കിലും കടലിന് ഒരു പോറൽ പോലും ഇല്ല. അവിടെ ഇല്ലായ്മയും ഇല്ല. തിരയ്ക്ക് കടലിൻ്റെ ആവശ്യമുണ്ട്. കടലിനെയാണ് തിര ആശ്രയിക്കുന്നതും അവലംബമാക്കുന്നതും. അതുപോലെ ജഗത് പദാർത്ഥങ്ങൾ ഓരോന്നും കാണാൻ കഴിയാത്ത സർവേശ്വരനെയാണ് അവലംബമാക്കുന്നത്. അതില്ലെങ്കിൽ ഇതൊന്നും തന്നെ ഇല്ല. കടലില്ലെങ്കിൽ തിര ഇല്ലാത്തതുപോലെ, അതില്ലെങ്കിൽ ഇത് ഇല്ല. ഇതില്ലെങ്കിലും അതുള്ളതാണ്. ഈ സത്യം നമ്മൾ ബോധിക്കണം. അതാണ് ഈശ്വരനെ സംബന്ധിച്ച അറിവ് നേടുന്നത്. ഈശ്വരനെ സംബന്ധിച്ച അറിവ് നേടിക്കഴിയുമ്പോൾ ഈ ജഗത്ത് മിഥ്യയാണ്, ഇതുണ്ടായി നിലനിന്ന് ഇല്ലാതെയാകുന്നതാണ് എന്ന് ബോധിക്കും. ഇതിനെ ആശ്രയിച്ചാൽ ഒരിക്കലും നമുക്ക് ശാശ്വതമായ സുഖത്തെ കൈവരിക്കാൻ സാധിക്കുകയില്ല. ശാശ്വതമായ സുഖം ലഭിക്കണമെങ്കിൽ ശാശ്വതമായതിലേക്ക് നമ്മുടെ മനസ്സൊഴുകണം. ശാശ്വതമായത് ഈശ്വരൻ മാത്രമാണ്. ആ ഈശ്വരനിലേക്ക് മനസ്സൊഴുകിയാൽ മാത്രമേ നമുക്ക് ശാശ്വതമായ സമാധാനം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മായ എന്തെന്നറിയുന്ന നേരത്ത് ഈ പ്രപഞ്ചത്തിൻ്റെ വസ്തുക്കളെല്ലാം അസ്ഥിരമാണെന്ന് ബോധിക്കുമ്പോൾ, അതായത് ആ പരമാത്മതത്വം ബോധിക്കുമ്പോഴാണ് മായ അസ്ഥിരമാണ് എന്ന് മനസ്സിലാക്കുന്നത്. അത് മനസ്സിലായി കഴിഞ്ഞാലോ മായ മറഞ്ഞു പോവും, ഈശൻ തെളിഞ്ഞിടും. മായ മറഞ്ഞു പോകും. നമുക്ക് ഈ തിരയുണ്ടായത് കടലിൽ നിന്നാണെന്ന് ബോധിക്കുമ്പോൾ തിരയെന്ന വ്യവഹാരം മറഞ്ഞുപോയി, കടലെന്നത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്രകാരം ആ ഈശ്വര സത്തയെ അറിയുന്ന സമയത്ത് അതിൽ നിന്നുണ്ടായ ഈ ജഗത് പദാർത്ഥങ്ങളിൽ അല്ല നമ്മൾ ആശ്രയം, ഈശ്വരനെ. ഈശ്വരനെ അറിയുമ്പോൾ അതിനെ ആശ്രയിച്ചാൽ ഇതും നമുക്ക് സ്വാധീനത്തിൽ ആകുന്നു. ഇപ്രകാരം വേണം ഈ ലോകത്തെ മനസ്സിലാക്കാൻ. ഇല്ലാത്ത വിശ്വത്തെ ഉള്ളതായി തോന്നിക്കും. ഈ അജ്ഞാനത്തിൻ്റെ പണിയായി ഇല്ലാത്ത വിശ്വത്തെ ഉള്ളതായിട്ട് തോന്നിക്കും. ഈശ്വരമായേ എങ്ങനെ വാഴ്ത്താവൂ? ഈശ്വരൻ്റെ മായ അപാരമാണ്. അതിനെ വാഴ്ത്താൻ വാക്കുകളില്ല. ആദ്യന്തവിഹീനമായതാണത്. മായ എന്തെന്നും അറിയുന്ന നേരത്തെ, എന്താണ് മായ എന്ന് അറിയുന്ന നേരത്ത് മായ മറഞ്ഞുപോവും, ഈശൻ തെളിഞ്ഞിടും. കടൽ എന്താണെന്നറിയുമ്പോൾ തിര മറഞ്ഞു പോകുന്നത് പോലെ മായ എന്താണ് എന്നറിയുമ്പോൾ ഈശൻ മാത്രമായിട്ട് തെളിയും. ഈ കടലും ഈശനാണ്, അതുപോലെ തിരയും ഈശനാണ്. അതിൽ നിന്ന് വേറെയല്ല. ഇല്ലാത്ത വിശ്വത്തെയുള്ളതായി തോന്നിക്കും. ഈശ്വരമായേ എങ്ങനെ വാഴ്ത്താവൂ? മായ എന്തെന്നറിയുന്ന നേരത്ത് മായ മറഞ്ഞു പോവും, ഈശൻ തെളിഞ്ഞിടും.